ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു 15 ഡേയ്സ് ചാലഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹെയറൊക്കെ അത്യാവശ്യം നല്ല ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഹെയറിനെ ഒന്ന് ക്ലിയർ ആയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് ഒരു 30 ഡേയ്സ് ചാലഞ്ച് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ഡേ ആയിട്ട് നമുക്ക് നമ്മുടെ ഹെയറിൽ ഉള്ള ഡെഡ് സ്കിന്നും എല്ലാം ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്യാൻ പറ്റിയൊരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് എടുത്തിട്ടുള്ളത് കോഫി പൗഡറാണ്. പിന്നെ നമുക്ക് ഷുഗർ വേണം. പിന്നെ ഒരല്പം ഹണി നമുക്ക് ഏത് ഹണിയായാലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം എൻ്റെ മുടിക്ക് സ്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഹണി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ തലയിലെ ഡാൻഡ്രഫ് ഒന്ന് കളയണം. ഇപ്പോൾ എൻ്റെ തലയിൽ ഒരുപാടൊന്നുമില്ല എങ്കിലും ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അപ്പം നമ്മൾ എടുത്തേക്കുന്ന കോഫി പൗഡർ ഇതാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കോഫി പൗഡർ ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബ്രൂവിൻ്റെ കോഫി ആണെങ്കിൽ കുറച്ചുകൂടെ തരിതരിപ്പ് കാണും അതിൽ. ഇതങ്ങ് ഫൈൻ പൗഡർ ആയിരിക്കും. ചില കോഫികൾ അങ്ങനെ ഫൈൻ പൗഡർ ആവില്ല, ചില തരികൾ കാണും. അപ്പോൾ തരിയുള്ളത് എടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് വീട്ടിലെ സാധാ അടിമാലി കോഫിയുടെ കോഫി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഷുഗറാണ്. ഷുഗർ പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഷുഗർ തന്നെ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഒന്ന് മിക്സ് ചെയ്യുന്ന റേഷ്യോ എന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂണിൻ്റെ പകുതി, അതായത് ഒരു 1/2 ടീസ്പൂണോളം കോഫി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും കോഫി പൗഡറിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. മാത്രമല്ല നമ്മൾ സ്കാൽപ്പിൽ മാത്രമല്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും തന്നെ ധാരാളമാണ്. വെറുതെ എടുത്ത് വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാരയും നമ്മൾ ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ച് ഹണി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രത്യേകിച്ച് ഹണിക്ക് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ. അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടുള്ള ഹണി. അതിപ്പം നമ്മൾ ഹണി ഒഴിച്ച് ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എല്ലായിടും അങ്ങ് വെള്ളം പോലെ ആ ഷുഗറെല്ലാം ഒന്ന് അലിയാൻ തുടങ്ങും കേട്ടോ. നമ്മുടെ ഫേസിനാണെങ്കിലും നമ്മുടെ ഹെയറിനായാലും അത്രത്തോളം അടിപൊളി സാധനമാണ് കേട്ടോ കോഫി പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോഫി പൗഡർ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കാൽപ്പിൽ മാത്രം ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലരുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഡാൻഡ്രഫ് ഇളവുന്ന കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ആയവരുടെ ആണെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റും. എൻ്റെ അത്യാവശ്യം ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നാച്ചുറൽ ഹോം റെമഡിയൊക്കെ ചെയ്ത് ഞാൻ ഒരുവിധം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുണ്ട് അതൊന്ന് കളയാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യുന്ന മാസ്ക് ഇടുന്നുണ്ട്. അതിൽ വേറെ ഒന്നും വേണ്ട. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ഷുഗർ വേണം, പിന്നെ നമ്മുടെ കോഫി പൗഡർ വേണം, പിന്നെ നമ്മുടെ ഹണി വേണം. ഹണി വേണമെങ്കിൽ എടുത്താൽ മതി. അതിന് പകരമായിട്ട് ചിലപ്പോഴും ഞാൻ അലോവേര യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തോന്നിയ ടൈം അങ്ങനെ മിക്സ് ചെയ്ത് വെക്കാൻ പറ്റില്ല, കാരണം പഞ്ചസാര അലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എണ്ണയൊന്നും ഒരുപാട് അങ്ങനെ വാരി തേച്ചിട്ടില്ല. അപ്പോൾ കുളിച്ചപ്പം എണ്ണ തേച്ചതാണ് ഇന്നലെ. അപ്പോൾ ഇന്ന് ഞാൻ കുളിച്ചിട്ടില്ല. അപ്പോൾ ഇത് തേച്ചിട്ട് നമുക്ക് കഴുകി കളഞ്ഞിട്ട് കുളിക്കാം. ഇപ്പം തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഒരു നനവുണ്ട്. എടുത്തപ്പോൾ തന്നെ ഈ ഹണിയൊക്കെ പറ്റിയതുകൊണ്ട് കയ്യിൽ ഒരു നനവുണ്ട്. ഇതോടെ നമുക്ക് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാതെ. അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. നന്നായിട്ട് ഇത് തേച്ചിട്ടൊന്ന് റബ്ബ് ചെയ്താണ്. ഒരുപാടൊന്ന് റബ്ബ് ചെയ്യണ്ട, ചെറുതായിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നമുക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് അതങ്ങ് അലിഞ്ഞോളും. പിന്നെ അവിടെ നിന്ന് ഒരുപാടിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഇങ്ങനെ വകുപ്പ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ ചെറുതായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്ത് അങ്ങനെ സ്കാൽപ്പ് ഫുള്ള് തേച്ച് കൊടുക്കാവേ. ഇപ്പോൾ തന്നെ മുടി ഇങ്ങോട്ട് വരാൻ ഉള്ള ടെൻഡൻസി കുറഞ്ഞിട്ടുണ്ട്, കാരണം ആ ഷുഗറിൻ്റെ ഇത് അങ്ങ് പിടിച്ചു തലയിൽ. അപ്പോൾ നമ്മൾ ഒരുപാടങ്ങിട്ട് മുടി അങ്ങ് വലിച്ച് പൊട്ടിക്കണ്ട, ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെയൊക്കെ ചിലരുടെ ഒരുപാടങ്ങ് ഡ്രൈ സ്കാൽപ്പായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
അയ്യോ സോറി, ഫാൻ ഇട്ടു. ഫാനിൻ്റെ സൗണ്ട് കാരണം ഒന്നാമത് ഞാൻ പറയുന്നത് സൗണ്ട് കുറവായിരിക്കും. അപ്പം ഞാൻ ഫാൻ ഒന്ന് ഓഫ് ചെയ്തോട്ടെ. ഞാൻ ഒരുവിധം തേച്ച് പിടിപ്പിച്ച് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് തലയിലേക്ക് ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കാവേ. മുടിയിലോട്ടൊന്നും തേച്ച് കൊടുത്തിട്ടില്ല കേട്ടോ, സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്ക് സൈഡിലും മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് റബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു 10-20 മിനിറ്റിന് ശേഷം ഞാനിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പം കുറച്ച് നേരത്തേക്ക് കോഫിയുടെ നല്ല സ്മെല്ലുണ്ടായിരിക്കും. ഇത് നെറ്റിക്കായി. അപ്പം ഇന്നത്തെ നമ്മുടെ ഡേ 1 ആണ്. അപ്പോൾ ഇതേ നമ്മുടെ സ്കാൽപ്പൊക്കെ ഇന്നത്തോടെ അടിപൊളിയാവും കേട്ടോ, വൃത്തിയാവും. ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ല അടിപൊളിയാവും. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് വേറെ അടിപൊളി പാക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചാലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ കയറി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.